ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വാമിക്കുട്ടിയുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. സോ നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മോളെ നശിക്കൂടാ കണ്ണാ. അങ്ങനെ നമ്മുടെ ഔട്ടിംഗ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. വേറെ വലിയൊരു ഔട്ടിംഗ് ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയം തീരെ ഉണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം വരെ ഓണം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആകെ തിരക്കായിരുന്നു. പിന്നെ ഇവിടെ വരുന്ന അച്ഛനും അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മയ്ക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും അച്ഛനെയും കൂട്ടി ഇവിടെ വന്നില്ല അമ്മയ്ക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഇവിടെ വന്നൊന്ന് ചില്ലായിട്ട് എന്താ പറയാ, രണ്ട് കടലൊക്കെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും തിരിച്ചു വരാറ്. വന്ന പാട് ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ച് പിടിക്കാൻ നിൽക്കാൻ നല്ല രസമാണ്. നമ്മൾ ചായ കുടിക്കുന്ന സമയം കൊണ്ട് വാമിക്കുട്ടി അച്ഛനെ സോപ്പിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത്തെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്ന് പോവായിരുന്നു കേട്ടോ. അപ്പൊ ബീച്ച് പാർക്ക് എത്തിയപ്പോഴത്തേക്കും മാമിക്കുട്ടിക്ക് ഉള്ളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടോ. പക്ഷെ പൊതുവെ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സമയമായിട്ട് ആളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല കേട്ടോ ആളെ. വാമിക്കുട്ടി ബീച്ച് പാർക്കിൽ കൊണ്ടുപോകാത്തതിന്റെ പിണക്കത്തിലാണ് കേട്ടോ. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷയമൊക്കെ മാറ്റി ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് കേട്ടോ ആളെ. വാമിക്കുട്ടി കടപ്പുറത്ത് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ അതേ നമ്മൾ നല്ല ചൂട് ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ പോയിട്ട് മറ്റേ തറയിട്ട് പൊട്ടിക്കുന്ന കുഞ്ഞി പൊട്ടാസ് കണക്കത്തെ ഒരു സംഭവം ഇല്ലേ, അത് മേടിച്ചിട്ട് വന്നു കേട്ടോ. അതാണ് വാമിക്കുട്ടി ഇങ്ങനെ ചെവിയൊക്കെ പൊത്തി നടക്കുന്നത്. ഓണം കഴിഞ്ഞ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ കിട്ടുന്ന സ്വസ്ഥമായിട്ടൊക്കെ. പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. മറ്റേ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കയറാൻ പറ്റുന്ന മറ്റേ റൈഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ മരണക്കിണർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെയും മാമിയുടെയും ഇവിടുത്തെ ഒരു മെയിൻ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം കുറെ നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. വേറെ ഒന്നുമല്ല, മെയിനായിട്ട് കുറെ ടോയ്സും അതുപോലെ വുമൻസിന്റെ അക്സസറീസും ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനത്തെ വുമൻസിന്റെ അക്സസറീസ് ഒന്നും അങ്ങനെ വലിച്ചു വാരി വാങ്ങിച്ച് കൂട്ടുന്ന ഒരാളേ അല്ലായിരുന്നു ഞാൻ. പക്ഷെ വാമിക്കൊട്ടി വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷണമാണ്. പക്ഷെ മാമിയുടെ ശ്രദ്ധ മുഴുവൻ ടോയ്സിന്റെ ഏരിയയിലേക്കായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന പോലെ ശരിക്കും കടകളാണ് കേട്ടോ ഈ രണ്ട് സൈഡിലുമായിട്ട് ഉണ്ടാകുന്നത്. ഒരുപാട് കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഏട്ടൻ കണ്ട മുമ്പേ വിട്ടു പോവുക കേട്ടോ, നിൽക്കത്തില്ല, തിരിഞ്ഞും നോക്കത്തില്ല. നിന്ന് കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി ഏട്ടനെ കാത്തിരിപ്പെട്ടെന്ന് ഏട്ടൻ അറിയാം. അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലേ ഉള്ള ആളല്ലെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. നമുക്ക് ചീപ്പായിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പ് ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഏരിയയും കൂടാണ് കേട്ടോ ഇവിടെ. റേറ്റ് ചീപ്പാണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവരുടെയൊക്കെ കയ്യിൽ. അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെയൊക്കെ കറങ്ങി ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും നേരെ വീട്ടിലേക്കും ഞാനും വാമിയും ഏട്ടനും കൂടെ വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന സ്ഥലം ഏതാ ഞാൻ ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മളത് പൂജപ്പുരമുള്ള അസീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യം പ്ലാൻ ചെയ്തത് അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ലേറ്റ് ആയി പോയതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ട, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലെത്തുമായിരുന്നു. മാത്രമല്ല നാട്ടിലെത്തുമ്പോഴെല്ലാം ഇവിടുത്തെ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്നൊരു മനസ്സമാധാനവും കിട്ടാറില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇനി അപ്പൂപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിംഗ് ആണ്. പക്ഷെ വാമിക്കുട്ടിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്: പൊറോട്ടയും അപ്പവും ഷവായും പിന്നെ ചില്ലി ചിക്കനും. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. വാമുക്കുട്ടിയോടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പം ഞാനും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, ബൈ.